രാജനാം ദശരഥനത്യന്തം സന്തുഷ്ടനായി ഭാര്യമാർ മൂവരുമായി അയോധ്യ വാഴും കാലം. മറ്റൊരു കാര്യത്തിങ്കലില്ലൊരു മനസ്താപം, പുത്രന്മാരില്ലെന്നുള്ള കാര്യമതൊഴിച്ചീടിൽ. ഇല്ലെനിക്കൊരു പുത്രൻ പിൻഗാമിയായിടുവാൻ എന്നുള്ള ചിന്ത സദാ മതിച്ചു മന്നവനേ. സന്താനമില്ലാത്തതിൽ സന്താപമേറും മന്നൻ ശോകേന ആചാര്യനോടാരാഞ്ഞു പോം വഴിയും പുഞ്ചിരി തൂകിക്കൊണ്ടു ചൊല്ലിനാൻ വിധിസുതൻ കിന്നനാം ക്ഷിതീശനോടീ വിധം വരും കാര്യം. ഒട്ടുമേ ഖേദിക്കേണ്ട ഭൂപതേ, നീയുമിപ്പോൾ ശ്രേഷ്ഠരാം 4 മക്കളുണ്ടാകും നിനക്കടോ. പുത്രകാമേഷ്ടിയാഗം നടത്തു വൈകിടാതെ ഋഷ്യശൃംഗനെ കൊണ്ടു താനതു നടത്തേണം. പുത്രകാമേഷ്ടിയാഗം നടത്തു വൈകിടാതെ ഋഷ്യശൃംഗനെ കൊണ്ടു താൻ അതു നടത്തേണം. പൂർണ്ണഗർഭിണികളാം റാണിമാർ 3 പേരും പുത്രന്മാർ 4 പേരെ വൈകാതെ പ്രസവിച്ചു. ശ്രീനാരായണനാകും ദിവ്യനാം ശിശുവിന് കൗസല്യ ജന്മമേകി പുണർദം നക്ഷത്രത്തിൽ ഉച്ചസ്ഥരായി നിന്നു ഗ്രഹങ്ങൾ 5 ഭൂജാതനായി അപ്പോൾ വിഷ്ണുവും അയോധ്യയിൽ ക്ഷേത്രയോഗ ദൃഷ്ടികളൊക്കെയും ശുഭമായ നേരത്തു ജാതനായി മാറ്റാനായി ജാതകങ്ങൾ. പിറ്റേന്നു പൂയം നാളിൽ പെറ്റല്ലോ കൈകേയിയും പൈതങ്ങൾ 2 പേരെ പിറ്റേന്നാൾ സുമിത്രയും. അത്യന്തമത്യാനന്ദമാഹ്ലാദമയോധ്യയിൽ സർവത്ര ജനശ്രദ്ധയാകർഷിച്ചർഭകരും എപ്പോഴും എവിടെയും ഉത്സവപ്രതീതിയാണ്. ആഹ്ലാദ ചിത്തരല്ലാത്താരുമില്ല അയോധ്യയിൽ. ജാതകർമ്മവും ചെയ്തു വരിഷ്ഠൻ വസിഷ്ഠനും 4 നാമങ്ങളുമേകിനാൻ വിധി പോലെ. ജന്മം കൊണ്ടെല്ലാവർക്കും ആനന്ദമേകിടുന്ന കൽമഷഹീനനേകി രാമൻ എന്നുള്ള നാമം ഭാവിയിൽ ഭരിക്കുവാൻ യോഗമുള്ള അർഭകനാം കൈകേയിത്തനയനു ഭരതൻ എന്നും നാമം. ലക്ഷണയുക്തനാകും സൗമിത്രിക്കഭിധാനം ലക്ഷ്മണൻ എന്നുമേകി ആചാര്യൻ വസിഷ്ഠനും. ധീരനായി രിപുക്കളെ ഒക്കെയും തകർക്കുന്ന 4-മനേകി നാമം ശത്രുഘ്നനെന്നും മുനി. പുത്രാഭിലാഷമെല്ലാം അങ്ങനെ നിറവേറ്റി സ്വസ്ഥനായി മരുവിനാൻ മന്നവൻ ദശരഥൻ. പുത്രാഭിലാഷമെല്ലാം അങ്ങനെ നിറവേറ്റി സ്വസ്ഥനായി മരുവിനാൻ മന്നവൻ ദശരഥൻ.